പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം പ്രഭാത പ്രാർത്ഥനയായിട്ട് വീണ്ടും അല്പസമയത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്കൊരുമിച്ച് കൂടി വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കുന്നല്ലോ. അതൊക്കെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്യാമറ ഓൺ ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. ക്യാമറ ഒന്ന് വേഗത്തിൽ ഓൺ ചെയ്താട്ടെ. സ്തോത്രം. പ്രത്യേകിച്ച് എല്ലാ ദിവസവും പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരങ്ങൾ ക്യാമറ ഓൺ ചെയ്യത്തുള്ളെന്ന് എനിക്ക് തോന്നുന്നു. വേഗത്തിൽ ക്യാമറ ഓൺ ചെയ്താട്ടെ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ മീറ്റിങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന 113 ആളുകൾ നിങ്ങളെ ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓരോ മീറ്റിങ്ങുകൾ കഴിയുമ്പോഴും നിങ്ങളിൽ പലരും കോണ്ടാക്റ്റ് ചെയ്യുകയും സംസാരിച്ച ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിറവേറിയതെന്ന്, അതെങ്ങനെയാണ് നിങ്ങളെ സ്പർശിച്ചതെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കഴിയുന്നു. ഒത്തിരി സന്തോഷം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ ദീർഘനാളുകളായി പഠിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം 24ാമത്തെ അത്ഭുതമായി നമ്മൾ ലിസ്റ്റ് ചെയ്തേക്കുന്ന 4000 പേരെ യേശുക്രിസ്തു ഫീഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതിനാധാരമായി 2 വേദഭാഗങ്ങളിലായിട്ടാണ് ആ അത്ഭുതം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളും, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിലാണ്, ഈ വേദഭാഗങ്ങളിലാണിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാൽ അത് സന്തോഷമായിരിക്കും. വായിച്ചാട്ടെ. ആ ദിവസങ്ങൾ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ, മർക്കോസ് 8:1 വാക്യം. ആ ദിവസങ്ങൾ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ ശിഷ്യന്മാർ, ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. 7 അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു. അവർ തിന്നു തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടത്തിൽ നിറച്ചെടുത്തു. അവർ ഏകദേശം 4000 പേർ ആയിരുന്നു. ശ്രദ്ധിച്ചേ, അവിടെ നമ്മൾ വായിക്കുന്ന ആ വേദഭാഗം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഈ വേദഭാഗം യേശുക്രിസ്തു 4000 പേരെ ഫീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആഹാരം അവർക്ക് ഒരുക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഞാനൊരു ഭാഗം ഒന്ന് പറഞ്ഞു തുടങ്ങാം. പലർക്കും മനസ്സിലാകാത്ത, പലരും സംശയിക്കുന്ന ഒരു വേദഭാഗം പറഞ്ഞ് ഞാൻ ആരംഭിക്കാം. ശ്രദ്ധിച്ച്, ഒരു ദിവസം ഞാൻ ഈ വേദഭാഗം ഒരാളോട് ഈ അത്ഭുതം പറയുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ ഒരു ചിന്ത, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പാസ്റ്ററെ, ഈ അത്ഭുതങ്ങളൊക്കെ എഴുതുന്ന ഉടനെ ഒരേപോലെ എഴുതണ്ടേ, അല്ലെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷൻ ആകത്തില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? അത്ഭുതങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരേപോലെ എഴുതണം, അല്ലെങ്കിൽ ആകെപ്പാടെ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട എഴുതാൻ. ഞാൻ അവരായെന്താ പറയാൻ വന്നേ? ഒരിടത്ത് ഞാൻ വായിച്ചപ്പോൾ അത് 5000 ആയിരുന്നു, ഇപ്പുറത്ത് വായിച്ചപ്പോൾ അത് 4000 ആയി. അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിടത്ത് ഞാൻ വായിച്ചപ്പം
ഈ പറഞ്ഞ പുള്ളിയുടെ ചിന്ത ഇത് ഈ മറ്റു പല ഗ്രന്ഥങ്ങളെയും പോലെ, ഞാൻ ഗ്രന്ഥങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് എഴുതി ഉണ്ടാക്കിയതാണിതെന്നാണ്. ഏതാ, ഈ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. 4 വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അന്ന് അവരുടെ ഒരു ക്ലാസ് ടെസ്റ്റ് നടക്കുക. സോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ വരുന്ന വഴി പറഞ്ഞു, സാർ വണ്ടി വരുന്ന വഴിക്ക് പഞ്ചറായി, അതുകൊണ്ട് ഇവർ എക്സാമിന് എത്തിയില്ല. എന്തു ചെയ്യാൻ പറ്റും? വണ്ടി പഞ്ചറായി, വരാൻ ഒക്കാത്തതിന് ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ കുഴപ്പമില്ല. പിറ്റേ ദിവസം വന്നപ്പോൾ സാർ ഇവരെ എന്ത് ചെയ്യുന്നറിയാമോ? പിടിച്ച് 4 മുറുകിക്കൊണ്ടിരുത്തി. എന്നിട്ട് ഒരൊറ്റ ചോദ്യം, പരീക്ഷയുടെ മാർക്ക് ഇട്ടേക്കാന്ന് പറഞ്ഞു. ഏത് വീലാണ് പഞ്ചറായത്? ഏത് ടയറാണ് പഞ്ചറായത്? നിർഭാഗ്യവശാൽ 4 പേര് എഴുതിയത് 4 ടയറായിരുന്നു. അതിലൊരു വിദ്വാൻ മുമ്പിലത്തെ വീല് ഊരി മാറ്റാൻ വേണ്ടി കഷ്ടപ്പാടുകളും ഒക്കെ എഴുതി. അപ്പോൾ ആ കഥയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന പോലെ ഈ പുള്ളി വിചാരിച്ചത് ഒരാൾ എഴുതിയപ്പോൾ 5000 ആയിപ്പോയി, ഒന്നും കൂടെ ഓർത്തെഴുതിയപ്പോൾ ഇത് 4000 ആയിപ്പോയി. അങ്ങനെയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 വ്യത്യാസങ്ങൾ ഇത് തമ്മിലുള്ളത് പറയുന്നത് നല്ലതായിരിക്കും അല്ലേ. ഒരു 2-3 വ്യത്യാസങ്ങൾ ഞാനൊന്ന് പറയാം. അപ്പോഴത്തേക്ക് ക്യാമറ ഓൺ ചെയ്യുന്നതൊക്കെ പിന്നെയും ക്യാമറ ബാക്കി ഓൺ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രധാന വ്യത്യാസം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ക്യാമറ ഓൺ ചെയ്തായിരുന്നുള്ളതാണ്. 4000-ന് എന്താണ്? 3-4 ചിന്തകൾ ഞാൻ പറയാം. ഒന്ന്, 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതത്തിനകത്ത് 5 അപ്പവും 2 മീനുമായിരുന്നു. 5 അപ്പവും 2 മീനുമായിരുന്നു. ഇവിടെ 4000-ത്തെ പോഷിപ്പിക്കുന്നിടത്ത് 7 അപ്പക്കഷ്ണങ്ങളും കുറച്ച് ചെറുമീനുകളുമാണ്. എന്താണ്? കുറച്ച് ചെറുമീൻ. ഒന്നാമത്തെ വ്യത്യാസം മനസ്സിലും പുസ്തകത്തിലും ഒക്കെ എഴുതുന്നവർ എഴുതിക്കണം. ഒന്ന്, ആദ്യത്തേത് 5 അപ്പവും 2 മീനുമായിരുന്നെങ്കിൽ ഇത് 7 അപ്പവും കുറച്ച് ചെറുമീനുകളുമായിരുന്നു. 2, 5000 പേരെ പോഷിപ്പിച്ച സംഭവം യേശുക്രിസ്തുവിൻ്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞ ശേഷം സംഭവിച്ചിട്ട് അത്ഭുതമായിരുന്നെങ്കിൽ 4000 പേരെ പോഷിപ്പിച്ച അത്ഭുതം യേശുക്രിസ്തുവിൻ്റെ കൂടെ ജനം 3 ദിവസം പാർത്തതിന് ശേഷം സംഭവിച്ചതായിരുന്നു. ഓക്കെ. മൂന്നാമത്തെ ചിന്ത, 5000 പേരെ പോഷിപ്പിച്ച അനന്തരം 12 കൊട്ടകൾ ശേഷിച്ചെങ്കിൽ 4000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം 7 കൊട്ടകളാണ് ബാക്കി വന്നത്. നാലാമത്തെ ചിന്തയാണ് പ്രധാന വിഷയം. ഈ 5000 പേരെ പോഷിപ്പിച്ച സ്ഥലം ഒരു ഗാലീലിക്കടുത്തുള്ള സ്ഥലമാണ്, ജൂവിഷ് റീജിയനാണ്. എന്നാൽ 4000 പേരെ പോഷിപ്പിച്ച സ്ഥലം ഡെക്കപ്പൊലി നാടുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണെന്ന് പഠിക്കാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒന്നൊരു ജൂവിഷ് റീജിയനും ഒന്നൊരു ജെൻറ്റൈൽ റീജിയനുമാണ്. ഒന്നൊരു ജൂവിഷ് റീജിയൻ. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ബേത്സൈദ എന്നൊരു പദം നമുക്കവിടെ കാണാൻ കഴിയും. ബേത്സൈദ എന്ന് പറഞ്ഞാൽ ഈ ഗാലീലിയ കടലിൻ്റെ ഈ നോർത്ത് ഈസ്റ്റേൺ ഷോറിലുള്ള ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജാണ് ഈ ബേത്സൈദ എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തു വെൻ്റ് അപ്പോൺ എ മൗണ്ടൻ, അല്ലെങ്കിൽ ഒരു ഹിൽ സൈഡ് എന്നൊരു പദം നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. മത്തായും മർക്കോസും എഴുതുമ്പോൾ അതൊരു വിൽഡർനെസ് ആണെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, ആൾക്കാർക്ക് അധികം ആക്സസിബിൾ അല്ലാത്ത ഒരു സ്ഥലം എന്നാണ് പ്രധാനമായിട്ടും എഴുതിയേക്കുന്നത്. സോ ഈ 4 സുവിശേഷങ്ങളിലും കൂടെ ഈ 2 അത്ഭുതങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഒരു പ്രത്യേക മുൻകരുതൽ പോലെ ഒറ്റ വാക്കി ഞാൻ പറഞ്ഞാൽ, ഈ എൻ്റെ ചിന്തയിൽ ഞാൻ
ചെറുതായിട്ട് ജോഗ്രഫിക്കലായിട്ടൊന്ന് പോയി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ 2 സ്ഥലങ്ങളും തമ്മിൽ കുറഞ്ഞത് 10നും 15നും ഇടയിലുള്ള കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായിട്ട് പാസ്റ്ററെ ആ പോയിൻ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു ചെറിയ പഠനത്തിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 10ലധികം കിലോമീറ്റർ ഡിഫറൻസ് ഉള്ള 2 സ്ഥലങ്ങളിൽ യേശു ചെയ്ത 2 അത്ഭുതങ്ങളാണ് ഈ അത്ഭുതം. ഞാൻ നിങ്ങളോട് അവിടെ എൻ്റെ ഒരു ചിന്ത പറഞ്ഞ് ആരംഭിക്കട്ടെ. ദൂത് സ്തോത്രം പറഞ്ഞ് കേൾക്കാൻ കൃപയുള്ളവർ സ്തോത്രവും ആമേനും ഒക്കെ പറഞ്ഞ് കേട്ടോണം. സ്ഥലം ഏതായാലും, ആൾക്കാരുടെ എണ്ണം എത്ര ആയാലും, അപ്പത്തിൻ്റെ എണ്ണം കൂടുതലായാലും കുറവായാലും, വർദ്ധിപ്പിക്കാൻ എൻ്റെ യേശു അവിടെ ഉണ്ടെങ്കിൽ, ഓ ജീസസ്, എത്ര പേര് ഹല്ലേലൂയ പറയും? അത് ജാതികളുടെ നാട്, ജെൻറ്റൈൽ ഏരിയ ആകട്ടെ, ജൂവിഷ് സെഗ്മെൻ്റ് ആകട്ടെ, സ്ഥലം കർത്താവിന് പ്രശ്നമല്ല. ഹല്ലേലൂയ. കഴിക്കാൻ 5000 പേരാകട്ടെ, കഴിക്കാൻ 4000 പേരാകട്ടെ, അതെൻ്റെ യേശുവിന് വിഷയമല്ല. കയ്യിലുള്ളത് 5 അപ്പവും 2 മീനും ആകട്ടെ, 7 അപ്പവും കുറച്ച് ചെറുമീനുകളും ആകട്ടെ, ഇതൊന്നും യേശുവിന് വിഷയമല്ല. അത്ഭുതത്തിന് വേണ്ട ഒരേ ഒരു മാനദണ്ഡം അത് യേശു അവിടെ വേണമെന്ന് മാത്രമാണ്. മനസ്സിലാകുന്നവർ ആ വായ്കളെ തുറന്ന് ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കേ. ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ച് ആമേൻ സ്തോത്രം വേദചിന്തകൾ ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, വിശ്വാസത്തോടെ ദൂതിന് ആമേൻ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ പെയ്തിറങ്ങാൻ പോകുന്ന ചില അത്ഭുതങ്ങളെ നിങ്ങൾ കാണും. ആമേൻ സ്തോത്രം. അത്ഭുതങ്ങളെ കർത്താവ് നിങ്ങളെ കാണിക്കും. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ കർത്താവെ, ഞങ്ങളൊരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഒരത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ. ഞങ്ങളൊരത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നെന്ന് പറഞ്ഞേ. ഓ ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവെ, ഞങ്ങൾക്കൊരത്ഭുതം ആവശ്യമാണ്, ഞങ്ങൾക്കൊരു വിടുതലുകൾ ആവശ്യമാണ്. ഇന്നത്തെ പകൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് അരുമനാഥനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവിക അത്ഭുതങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയാണ് എന്നൊന്ന് പ്രാർത്ഥിച്ച്. നാഥൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരത്ഭുതം കർത്താവിന് ഇപ്പം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഇന്നു പകൽ ചിലരുടെ ജീവിതത്തിനകത്ത് ആ അത്ഭുതത്തെ കർത്താവ് ഒന്ന് കൈമാറാൻ പോകുന്നതിനാൽ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളിത് വായിച്ചാരംഭിക്കുമ്പോൾ തന്നെ യേശു ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് പറഞ്ഞതുപോലെ ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു, ഇവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു എന്ന് പറഞ്ഞ ആ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ മീറ്റിങ്ങിനുള്ള 120ഓളം കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, ഇവരുടെ മേൽ ഒരത്ഭുതത്തിൻ്റെ കരത്തെ കർത്താവ് അയക്കണമേ. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. ആ വായ്കളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. അത്ഭുതങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ആമേൻ സ്തോത്രം നമ്മൾ ഇത്രയും പേര് ഒരുമിച്ചിരുന്ന് ആമേൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ വായ്കളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു വർധനവിന് വേണ്ടിയാണ്. എനിക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഒരു 5 ചിന്തകൾ പറഞ്ഞു പോകാൻ എളുപ്പമാണ്, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇന്ന് ആമേൻ പലരും എന്നോട് കുറേ ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നു, പാസ്റ്ററെ എന്തെന്നല്ലാത്ത വല്ലാത്ത സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു, ഈ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ വിഷയത്തിന് വേണ്ടി ഒരു നിയോഗത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ചില അത്ഭുതങ്ങൾ ആമേൻ സ്തോത്രം വെളിപ്പെടേണ്ടതിന് നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആമേൻ സ്തോത്രം. ഇന്ന് നമ്മുടെ ഇടയിൽ ആമേൻ ഭൗതികമായി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ശ്രദ്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജനത്തെ ഒന്ന് നോക്കിക്കേ. ആമേൻ സ്തോത്രം. അവിടെ യേശുക്രിസ്തുവിൻ്റെ കൂടെ ജനം ദേ ആർ ഇൻ സിവിയർ ഹങ്കർ.
അസാധാരണ വിശപ്പ് അവർക്കുണ്ടാകാം. ദേ ആർ ഇൻ എക്സോഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ റിയലി എക്സോസ്റ്റഡ്. വല്ലാത്ത ക്ഷീണം അവർക്ക് കാണാം. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ശൂന്യത അവരുടെ അകത്തുണ്ടെന്ന് വരാം. സോ ഹങ്കറും എക്സോഷനും എംറ്റിനെസ്സും ഒക്കെ ആ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആമേൻ സ്തോത്രം വല്ലാതെ മൂടി നിൽക്കുമ്പോൾ യേശുവിന് അവരെ നോക്കി മനസ്സലിയാൻ പറ്റി. കണ്ടോ, ഒരു ഭാഗത്ത് എംറ്റിനെസ് നിറയുമ്പോൾ, ഒരു ഭാഗത്ത് ആമേൻ സ്തോത്രം എക്സോഷൻ നിറയുമ്പോൾ, അങ്ങേ ഭാഗത്ത് ആമേൻ കമ്പാഷൻ നമ്മുടെ അകത്ത് നിറയ്ക്കുന്ന ഒരു യേശുനാഥനുണ്ട്. വിശ്വസിക്കുന്നവർ ആ വായ്കളെ തുറന്നൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ സ്തോത്രം. ഒരിക്കൽ യേശു ആമേൻ സ്തോത്രം 5000 പോഷിപ്പിച്ചവനാണെങ്കിൽ ഇന്നലകളിൽ നടത്തിയവന് ഇന്നും നടത്താൻ കഴിയും എന്നൊന്ന് വിശ്വസിച്ചേ. ഇന്നലകളിൽ നടത്തിയവന് ഇന്നും നടത്താൻ കഴിയുമെന്നൊന്ന് പറഞ്ഞേ. സ്തോത്രം. ഞാൻ ആമേൻ അടുത്തൊരു ഭാഗത്തേക്ക് വരാം. അതിന് മുമ്പ് ഒരു പദം കൂടെ ഞാൻ പറയട്ടെ. ഈ 3 ദിവസം ഇവരുടെ കൂടെ യേശുക്രിസ്തുവിൻ്റെ കൂടെ ആഹാരം പോലും നോക്കാതെ ഇവർ ഇരിക്കാനുള്ള കാരണം എൻ്റെ ചിന്ത, ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ 1-2 പേർക്കെങ്കിലും ഒരു പ്രതീക്ഷ കാണും, അവസാനം ഒരപ്പം കിട്ടാനുള്ള സ്കോപ്പുണ്ട്. സത്യമല്ലേ? എൽത്തോച്ചായ പ്രൈസ് ലോർഡ്. ഇത്ര നാൾ ശേഷം അച്ഛനെ ക്യാമറയിൽ കാണുന്നത്. സ്വതന്ത്രം സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ചിലർക്കെങ്കിലും ഒരു പ്രതീക്ഷ കാണും, ഒരു 4 കഷ്ണം അപ്പോൾ ഇച്ചിരി മീനും കിട്ടാനുള്ള സ്കോപ്പ്. ശിഷ്യന്മാർ മറന്നെങ്കിലും ചിലർക്കെങ്കിലും പ്രതീക്ഷ കാണുമെന്ന എൻ്റെ ഒരു ചിന്ത. ഓക്കെ, ഒന്നാം ചിന്തയിലേക്ക് വരാം. ജനങ്ങൾ തങ്ങളുടെ ആവശ്യം യേശുവിനോട് പറയുന്നതിന് മുമ്പ് യേശു ക്രിസ്തു അവരുടെ ആവശ്യം അറിഞ്ഞു. എന്താ? യേശു അവരുടെ ആവശ്യം അറിഞ്ഞു. 32-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരെ അടുക്കൽ വെച്ചിട്ട്, ഈ പുരുഷാരം ഇപ്പോൾ നമ്മളോടുകൂടെ 3 നാളായി പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സിലായി തോന്നുന്നു, അവരെ പട്ടിണിയായി അയപ്പാൻ എനിക്ക് മനസ്സില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. ആഹാരം കഴിക്കാതെ പോകാൻ നീ തയ്യാറാണെങ്കിലും നിന്നെ വെറും കൈയോടെ വിടാൻ എൻ്റെ ദൈവം തയ്യാറല്ല. സ്വതന്ത്രം. ഈ സ്ട്രഗിൾ അനുഭവിച്ച് പോകാൻ നീ തയ്യാറാണെങ്കിലും ഈ സ്ട്രഗിളോടുകൂടെ നിന്നെ വിടാൻ യേശു തയ്യാറല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു തയ്യാറല്ല. ഞാൻ ചിലരെ നോക്കി വിശ്വാസത്താൽ ആ ദൂത് കൈമാറുന്നു. നീ അഡ്ജസ്റ്റ് ചെയ്ത മാനസികാവസ്ഥകളില്ലേ? ഓ ജീസസ്. നീ മനസ്സോടെ പൊരുത്തപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളില്ലേ? നീ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആയില്ല ചിലതുമായിട്ട്. തമ്പുരാൻ പറയുന്നു, നിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി വിടാൻ ഞാൻ തയ്യാറല്ല. നിന്റെ വിഷയത്തിനകത്തൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ യേശുവുണ്ട്. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ടെ. നിന്റെ പരാതി നീ പറയുന്നതിന് മുമ്പ് നിന്നെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ, പരാതി പറഞ്ഞിട്ടും നമ്മെ അറിയാത്ത പലരും ഉള്ളപ്പോൾ, പരാതി പറയാതെ എന്നെ അറിയുന്നൊരു നാഥനുണ്ടെന്ന് പറയാൻ വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ ഇന്ന് പകലിൽ പറയണേ. യേശുവിൻ്റെ നാമത്തിൽ. God often begins working on your need before you even express it. നീ അവനോട് പറയുന്നതിന് മുമ്പ് യേശു പ്രവർത്തിച്ചു തുടങ്ങും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയുക. കർത്താവേ, ആരോട് പറയണമെന്നറിയാതെ ഉള്ളിൽ സാഹചര്യങ്ങളെ ഒതുക്കുന്ന ചിലത് ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോടും ഒന്ന് തുറന്നു പറയാൻ കഴിയാതെ പലതും ഉള്ളിൽ ഒതുക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിൽ, നാഥ, ഇവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു പാസ്റ്ററോട് പോലും പറയാൻ കഴിയാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ആത്മമണ്ഡലത്തിനകത്ത് ഇപ്പോൾ സ്വർഗം സ്പർശിക്കേണ്ടതിന്, അവരുടെ അടിയന്തര സാഹചര്യത്തിൽ വേഗത്തിൽ ഇട്ടപ്പെടേണ്ടതിന് ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഓ ജീസസ്.
കർത്താവെ സമയമായി, എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ സമയമായി എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്തു. കർത്താവെ, ഈ വിഷയത്തിനകത്ത് എൻ്റെ ദൈവമൊന്ന് ഇടപെടണേ. ജീസസ്. രണ്ടാമത്തെ ചിന്ത. ഒന്നാം ചിന്ത നമ്മൾ പറഞ്ഞതിന് മുമ്പേ കർത്താവ് ഇടപെടും. രണ്ടാമത്തെ ചിന്ത, ഇവർ യേശുക്രിസ്തുവിൻ്റെ കൂടെ നിന്നപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടോ? അവർ ഹാപ്പിയാണ്. അവരെന്താണ്? ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ പറയപ്പെട്ട പല പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ഒരു ഡിസ്കംഫർട്ടുണ്ട്, അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ല എന്നുള്ളതാണ്. കണ്ടോ, മർക്കോസ് 8:2 വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ 3 നാളായി എന്നോട് പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായ്ക കൊണ്ട്. കണ്ടോ, ഞാൻ അടുത്തൊരു പദം പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയാസം വരുമെന്ന് എനിക്കറിയത്തില്ല. പ്രയാസം വരത്തില്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യണ്ട. യേശു ക്രിസ്തുവിൻ്റെ കൂടിരിക്കുമ്പോൾ അവർക്കൊരില്ലായ്മ ഉണ്ടായിരുന്നു. പ്രയാസമാണോ സിസ്റ്ററെ, ആശ സിസ്റ്ററെ? യേശു ക്രിസ്തുവിൻ്റെ കൂടിരിക്കുമ്പോൾ അവർക്ക് ഇല്ലായ്മയുണ്ട്. ഓ ജീസസ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്താ അവർക്ക് ഫുഡില്ലാത്തതെന്നറിയാമോ? യേശു അവരെ വിളിച്ചത് ഫുഡ് കൊടുക്കാൻ വേണ്ടി അല്ലാഞ്ഞോണ്ടാ. നമ്മൾ യേശുവിൻ്റെ അടുക്ക പോണ തന്നെ ഈ ഫിഷ് ബാസ്കറ്റ് നോക്കിക്കൊണ്ടാ. ഹലോ സഹോദരങ്ങളെ, വിടുതൽ നമുക്ക് വേണം. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നമ്മുടെ ആവശ്യമാണ്. റിയലി ഹീലിംഗ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ കർത്താവിൻ്റെ പ്രയോറിറ്റി അതല്ലായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ് കൂടിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ ക്വാളിറ്റി ടൈം ഹി വാസ് നോട്ട് റെഡി ടു വേസ്റ്റ് അറ്റ് ഓൾ വിത്ത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. ഒരാമയും പറഞ്ഞ് യേശുവിൻ്റെ പ്രയോറിറ്റി ഇവരുടെ അകം നിറയ്ക്കാനുള്ള സാധനം കൊടുക്കാനായിരുന്നു. സോ യേശുവിൻ്റെ കൂടിരിക്കുമ്പോഴും ഇവർ ആഹാരം ഇല്ലാതായിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കണേ, അവരുടെ ആ വിശപ്പിനെ മറക്കത്തക്ക തരത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരുന്നതിലെ ആത്മീക അനുഭവങ്ങളുണ്ടായിരുന്നു. അല്ലേ? ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എത്രയൊക്കെ അത് കണക്ട് ചെയ്യാൻ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വിജയകരം നമ്മളൊക്കെ പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിഷയങ്ങൾക്ക് വിടുതൽ കണ്ണുകൊണ്ട് കണ്ടില്ലേലും ആ സമയങ്ങളിൽ നമ്മുടെ മേൽ കൈമാറുന്ന ഒരു ആത്മമണ്ഡലത്തിനകത്ത് നമ്മളെ കർത്താവ് സർവൈവ് ചെയ്യിപ്പിക്കാറില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതനുഭവിച്ചവരുണ്ടോ? ഞാൻ അനുഭവിച്ചവനാ. ആ നാളിൽ എൻ്റെ ഉള്ളിൽ ബലം നൽകി. കണ്ടോ, എൻ്റെ ഉള്ളിൽ ബലം നൽകി. പൗലോസേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആ സ്പോട്ടിൽ വിടുതൽ വന്നില്ല. പക്ഷെ ഒരു ശബ്ദം നീ കേട്ടില്ലേ? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. ജീവിതത്തിൻ്റെ കഠിനമായ ശോധനകൾക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ കൂടെ നിന്നിട്ടും എൻ്റെ ഇല്ലായ്മ മാറുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് വളരെ വ്യക്തമായി ഞാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ആദ്യത്തെ സെഗ്മെൻറ്റ് നിൻ്റെ ഇല്ലായ്മ മാറുന്നതല്ല. പകരം നിൻ്റെ ഇല്ലായ്മകളെക്കാളും നിൻ്റെ വർധനവുകളെക്കാളും അധികം വലിയതെന്തോ ഒന്ന് നിന്നെ പഠിപ്പിക്കാനുള്ള സീസണാണ്. അവിടെ യേശു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്ര പേർ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഈ എല്ലാ ദിവസവും നടക്കുന്ന ഈ പ്രഭാത മീറ്റിങ്ങിൻ്റെ സൂം മീറ്റിങ്ങിലല്ലാതെ ഒരുപക്ഷെ നാളുകളിൽ ഞങ്ങളുടെ സന്ദേശം കേൾക്കുന്ന മറ്റു പലരും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്? യേശുവിനോട് കൂടെ നിന്നിട്ടും എൻ്റെ ഇല്ലായ്മ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ലല്ലോ. സഹോദര, പക്ഷെ നീ ഒരു കാര്യം അറിയുക, യേശുവിൻ്റെ സംസാരത്തിനകത്ത് ആ ഇല്ലായ്മകളെ നിറയുന്ന കവിയുന്നൊരു കൃപ കൈമാറുന്നുണ്ട്. ഒരു ആമേൻ എത്ര പേര് പറയും? യേശുവിൻ നാമത്തിൽ.
പക്ഷെ അവിടെ കൊണ്ട് ഞാൻ ആ വാക്ക് അവസാനിപ്പിക്കുന്നില്ല. പകരം ഇറ്റ് മേ ബ്രിങ് ടെമ്പററി ഡിസ്കംഫർട്ട്. പക്ഷേ നിന്നെ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് വിടാൻ എൻ്റെ യേശു തയ്യാറല്ല. ഇതിനൊരവസാനമുണ്ട്. പഠനം കഴിയുമ്പോൾ ഗ്രാജുവേഷൻ നടക്കുന്നത് പോലെ നിൻ്റെ ഡിസ്കംഫർട്ടിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലവ് ഫീസ്റ്റ് പുറകെ വരുന്നുണ്ട് യേശുവിൻ നാമത്തിൽ. ഇന്നത്തെ പകൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭൗതിക വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ മാറാനാണ്. ഇതിനകത്ത് കടഭാരമുള്ളവരുണ്ട്, ഇതിൻ്റെ അകത്ത് സാലറി പെൻഡിങ് ആയവരുണ്ട്, ഇതിനകത്ത് ജോലി ഇല്ലാത്തവരുണ്ട്, ഇതിനകത്ത് സ്തോത്രം വീസായുടെ പ്രശ്നമുള്ളവരുണ്ട്, പൈസ കടം കൊടുത്തിട്ട് ലഭിക്കാത്തവരുണ്ട്, പല മേഖലയുള്ളവരുണ്ട്. ഞാൻ ഇവരെല്ലാം നോക്കി വിശ്വാസത്തോടെ പറയുന്നു, ഒരാമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഒരു ലവ് ഫീസ്റ്റിലേക്ക് സുഖം നിന്നെ കൊണ്ടുപോകാൻ പോവാം. ഒരു ലവ് ഫീസ്റ്റിലേക്ക്. ഓ ജീസസ്, യേശുവിൻ നാമത്തിൽ ആ വായ്കളെ തുറന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ സമയം കഴിഞ്ഞു. ഞാനൊരു 5 മിനിറ്റ് കൂടെ ഒന്നെടുത്ത് ആ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ ചിന്ത, 7 അപ്പവും ചെറുമീനുകളും. നമ്മൾ നോക്കുമ്പോൾ 4000 വയറുകളിലെത്താൻ സാധ്യതയില്ല. പക്ഷേ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ പ്രൊവിഷൻ, നിൻ്റെ റിസോഴ്സിൻ്റെ സൈസ് അല്ല പ്രശ്നം. പക്ഷെ നീ അതിനെ യേശുവിൻ്റെ കൈ കൊടുക്കുന്നു എന്നുള്ളതാണ്. 7 ഉള്ളൂ, കുറച്ച് മീനേ ഉള്ളൂ, ഡസൻ മാറ്റർ. നീ യേശുവിന് ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്വർഗം അതിനെ ഹാൻഡിൽ ചെയ്യും. 4ാമത്തെ ചിന്ത, യേശുക്രിസ്തു അതിനെ കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി അതിനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അല്ലേ? അവൻ അനുഗ്രഹിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അത് മാത്രമല്ല, ആ അപ്പം എടുത്ത് സ്തോത്രം നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ ഏൽപ്പിച്ചു. ചെറിയ മീനും ഉണ്ടായിരുന്നു, അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പാൻ നൽകി. ബ്ലെസ്ഡ് ഇറ്റ്. സോ ദൈവം നന്ദി പറഞ്ഞ് വിളമ്പിയാൽ അത് എത്തും. ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ്റ്റൻ കംസ് ബിഫോർ ഇൻക്രീസ്. നന്ദി എന്ന് പറയുന്നത് അപ്പം വർദ്ധിച്ചതിന് ശേഷം കൊടുക്കാനുള്ളതല്ല. ഹലോ, സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത് വിടുതൽ കിട്ടിയതിന് ശേഷം നടത്താനുള്ളതല്ല. വിടുതൽ കിട്ടും എന്ന് കണ്ട് നടത്താനുള്ളതാണ് സ്തോത്ര പ്രാർത്ഥന. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവസാനത്തെ ഒരു ചിന്ത കൂടെ പറഞ്ഞിട്ട് പറയാം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രത്യേകത, അവരെല്ലാം തിന്നു, അവരെല്ലാം തൃപ്തരായി. മാത്രമല്ല, 7 കൊട്ട നിറച്ചെടുക്കാൻ അത് കാരണമായി തീർന്നു. എന്ന് പറഞ്ഞാൽ നാളുകളിലേക്ക് അതൊരു എവിഡൻസ് ആയിട്ട് മാറി. നീ ഇന്ന് എന്താണോ ലാക്ക് ചെയ്യുന്നത് അത് നാളുകളിൽ പ്രൂഫായിട്ട് കാണിക്കത്തക്ക തരത്തിൽ സ്വർഗം നിൻ്റെ കൈകളിൽ തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ കണ്ണും ദൈവസന്നിധി അടച്ചാട്ടെ. നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് പോലെ ഓരോ ദിവസം ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ഇന്നൊരു അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. സാമ്പത്തിക വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയും ഇന്ന് നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന സകലരുടെ മേലും അവർ അനുഭവിക്കുന്ന ഭൗതിക മേഖലകളിലെ പ്രതിസന്ധികൾ മാറേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അവരുടെ മേൽ തുറന്നു വിടണമേ. ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ വഴികൾ അവരുടെ മുമ്പിൽ തുറന്നു വിടണമേ. ജോലിയില്ലാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലി യേശുവിൻ്റെ നാമത്തിൽ ലഭ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇതിൽ സാലറി പെൻഡിങ് ആയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ക്ലിയർ ആകട്ടെ.
അപ്പോൾ തന്നെ പല പ്രോസസ്സുകൾക്കകത്ത് കുഴഞ്ഞു കിടക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ക്ലിയറായി വരട്ടെ. രാജ്യങ്ങളുടെ മൈഗ്രേഷൻ ഉൾപ്പെടെ സകലതും. കടഭാരത്താൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ മേൽ യേശുവിൻ നാമത്തിന് അബണ്ടൻസ് ഉണ്ടാകട്ടെ. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇവരുടെ മേൽ വെളിപ്പെടും. ഇന്നത്തെ ദിവസത്തെ മീറ്റിംഗ് കർത്താവെ ചില അത്ഭുതങ്ങൾ കാണാൻ കാരണമാക്കി തീർക്കും. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. മുഴുമഹത്വവും അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.